കണ്ണും കണ്ണും എന്നതാണ് ഞാനൊരു ഫീലിൽ പാടി വരുന്നത്, നീ അത് കൊണ്ട് നശിപ്പിച്ചു. താനാലോ ഒരു ഗാനാന്തരല്ലോ. ശരി കേട്ടോ, അപ്പുറത്തെ ക്ലബ്ബുകാരൊക്കെ ഇന്നലെ മിന്നായിട്ട് കരോളിനൊക്കെ പോയി തുടങ്ങി. നമ്മളിവിടെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കത്തുള്ളൂ എനിക്ക് തോന്നുന്നു. അതെ, നിങ്ങൾ പോയി സാധനങ്ങളൊക്കെ മേടിക്കും. നമുക്ക് ഇന്ന് രാത്രി തന്നെ പോയേക്കാം. തന്നെ മേടിക്കാം. എന്നാ ഞാനും ആന്റണിയും പോയി സാധനങ്ങൾ മേടിക്കും. നിങ്ങൾ പോയി പിള്ളേരെ സെറ്റ് കാണാ തീവ്ര സാധനം കേട്ടിട്ടുണ്ടേ. എടാ പിന്നെ ആ പുള്ളിയെ കണ്ടിട്ടുണ്ടോ ഇവിടെ? ആ പുള്ളിനെ ഇല്ല, അല്ല പോയി എന്തിനാട്ടെ ആ വേഗം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അറിയാൻ? കഷ്ടമാടാ നാട്ടുകാർ നമ്മൾ നല്ല പട്ടി വരിക. ഇതും കൂടെ പൂർത്തിയായി. എനിക്കൊരാൾ നന്നായിട്ട് സംശയമുണ്ട്. എടാ ജോണ, ഈ കൂട്ടുകാരുടെ വീടാ കേക്ക് കഴിക്കാൻ മറ്റേ അവിടെ വെച്ചാൽ അകത്തോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടു കൂടി കേക്ക് കഴിച്ചാൽ ഇത്ര തന്നെ പ്രശ്നം. എന്റെ വീട്ടിലാണോ കേക്ക്? ഇതിൽ സത്യം എന്താ കണ്ടെത്താൻ വേണ്ടി എന്റെ കൂടെ നിൽക്കാൻ ആർക്കൊക്കെ ധൈര്യമുണ്ട്? ഞാനിവിടെ ആരാ വരുന്നത് നമുക്ക് നോക്കണല്ലോ. ഞങ്ങളങ്ങനെ പയ്യെ പോയില്ല. നിങ്ങൾ പയ്യെ ഹലോ, എന്റെ ഒരു വിലപിടിപ്പുള്ള സാധനം നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞാൻ പറയുന്നിടത്ത് പറയുന്ന സമയത്ത് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. ഹലോ, അതിന് നിങ്ങൾ ആരാ? അതൊക്കെ നീ വഴിയേ അറിഞ്ഞോളൂ. എടാ മറ്റേ പുള്ളി കോൾ ചെയ്തപ്പോൾ ഒരു സംഭവത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ചിലപ്പോ ഇതാകാനാ സാധ്യത. കാരണം നമുക്ക് കിട്ടിയ സാധനങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് പാക്ക് ചെയ്തൊരു സംഭവം ഇത്. അങ്ങനത്തെ ഒരു സാധനം നമ്മൾ കണ്ടിട്ട് കൂടിയില്ല. ഇതെന്നായിരിക്കും ഇത്? എനിക്കിത് മിക്കവാറും മറ്റേ ഷാജന്റെ വീട്ടിലായിരിക്കും. അതിന് ഇത്ര ഉറപ്പന്നെ? കാരണം നമ്മൾ കള്ളനെ പിടിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ വീട് ഷാജന്റെ വീടാ. അപ്പൊ അത് അവിടുത്തെ ആയിരിക്കും മിക്കവാറും. സാധ്യതയുണ്ട് കേട്ടോ. ഇതെന്തായാലും തുറന്നു നോക്കണം. ഇത് നമുക്കിപ്പോ തുറന്നു നോക്കണ്ട. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് നമുക്ക് തുറന്നു. അത് ശരിയാട്ടോ. പുള്ളി വിളിച്ചതല്ലേ? നമുക്കിതല്ലേ ഇതിനെപ്പറ്റി ഷാജൻ ചേട്ടനോടൊന്ന് പറഞ്ഞു. അത് ശരിയാട്ടോ. ചിലപ്പോ പുള്ളിയോട് പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവുമായിരിക്കും. ഷാജന്റെ വീട്ടിൽ പോയി എന്താണ് ഒരു പരിഹാരം ഉണ്ടാവുന്നത്? ഇതാണ് കള. ബിറ്റോയ് ഇവനാണ് ഇന്നലെ എന്റെ ഫോണിലൂടെ ചോദിച്ചിട്ട് തന്നെ ഭാഗ്യമായിരിക്കും.